കപ്പ് കൊണ്ടുപോകും എന്നാണ് കുഴപ്പമുള്ള ഒന്നെങ്കിൽ അക്ബർ അല്ലെങ്കിൽ അനീഷ്. നീ കാര്യമായിട്ട് പറയാം, ഞാനിതിന് കളം പറയണം, അക്ബർ അല്ലെങ്കിൽ അനീഷ്. അതേ ഒടുവിൽ നെവിൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനീഷ് തന്നെയാണ് കപ്പടിക്കാൻ കേമൻ എന്ന രീതി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അക്ബറിനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് അക്ബറിനെ ഒന്ന് പുകഴ്ത്തി പറയാനായിട്ട് അനുമോളെ ഷാനവാസിനെയും താഴ്ത്തി വെച്ചുകൊണ്ട് അക്ബറിനെ ഒന്ന് കയറ്റി അക്ബറിനും സാധ്യതയുണ്ട് അനീഷിനും സാധ്യതയുണ്ടെന്ന് നെവിൻ ഒന്ന് പറഞ്ഞ് അക്ബറിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. എടാ നീ പറയുന്നത് സത്യമാണോടാ എന്ന രീതിയിൽ അക്ബർ അങ്ങോട്ട് ചോദിക്കുകയാണ്. അല്ല, ഈ അക്ബറിന് വെച്ച് അക്ബറിന്റെ കഴിവുകളൊക്കെ വെച്ച് അക്ബറിന് ചിലപ്പം നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്നു എങ്കിൽ കപ്പ് നേടാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഗെയിം കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് അക്ബറിന് കപ്പല്ല, ഒരു കോപ്പ കൊടുത്തു വിടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലത്തെ നിലവാരമില്ലാത്ത കളിയാണ് അക്ബർ കളിക്കുന്നത്. പിന്നെ അക്ബറിന് ഒരു കപ്പ് എന്നുള്ള ഒരു സംഭവം നടക്കുന്നതോടുകൂടി തന്നെ ഈ ഷോ ഡയറക്ടർ ആയിട്ടുള്ള ഈ അക്ബറിന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അക്ബറിനെ അറിയാവുന്ന മുൻപരിചയമുള്ളവരൊക്കെ വിചാരിച്ചാൽ അക്ബറിന് ചിലപ്പോൾ ഈ കോപ്പ കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെങ്കിൽ പ്രേക്ഷകരുടെ ഒരു പൾസ് അനുസരിച്ച് ഈ പറയുന്ന അനീഷിനോ അനുമോക്കോ ഈ ഒരു ലെവലാണ് പോകുന്നത്. എന്തായാലും നെവിന് കാര്യം മനസ്സിലായി. അനീഷ് അവിടെ കളിക്കുന്ന ഗെയിം കണ്ടിട്ട് ഈ നെവിന് മനസ്സിലായിട്ടുണ്ട് അനീഷ് ആയിരിക്കും കപ്പ് നേടുക എന്നുള്ള കാര്യം. ഓക്കെ, ഇന്നലത്തെ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടതുപോലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അനുമോളോട് അനീഷിന് ഉള്ള ക്രഷിന്റെ കാര്യവും ജിസൈലിനോടുള്ള ക്രഷിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന മത്സരാർത്ഥികളൊക്കെ വീടിനുള്ളിലുള്ളവരൊക്കെ ഈ അനീഷിനെ ഇങ്ങനെ കളിയാക്കുകയാണ് ഈ അനുമോടെ ഇതും വെച്ചുകൊണ്ട്. ആ സമയത്ത് അനീഷ് പോയി അനുമോളോട് ഈ ഒരു കാര്യം പറയാനായിട്ട് പോകുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്കിതൊന്നും കേൾക്കണ്ട, ഞാൻ പ്രതീക്ഷിച്ചു പോയി, ചേട്ടനൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. കാരണം അനുമോക്കും അറിയാം അനീഷിന് ഈ അനുമോളോടുള്ള ആ ഒരു ഇഷ്ടം എത്രമാത്രം ഉണ്ടെന്നുള്ളതും അനുമോക്ക് തിരിച്ചും അതുപോലെ തന്നെ ഉണ്ട്. അത് പലപ്പോഴായിട്ടും നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം അനീഷിനെ പലരും പല കാര്യങ്ങൾ വെച്ച് കുത്തി നോവിക്കുമ്പോഴും ഈ അനുമോള് പറയും ആ പാവമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ എന്ന രീതിയിൽ പറയുന്നുമുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം ഇന്നലെ അനീഷും ഷാനവാസും ഈ അനുമോളും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഷാനവാസ് ആണെങ്കിൽ കളിയാക്കുകയാണ് ഈ അനുമോളെ അനീഷിനെയും വെച്ച് കളിയാക്കുമ്പോൾ ഈ അനുമോൾ അയാൾ പാല് കുടിച്ചോണ്ടിരിക്കുകയാണ്. അനുമോൾ അപ്പൊ പറയാണ്, ചേട്ടാ കുറച്ച് പാല് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാല് കൊണ്ടുപോയി അനീഷിനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഷാനവാസ് അവിടെ നിന്ന് വീണ്ടും കളിയാക്കുമ്പോൾ അനീഷ് തമിഴിൽ പറയുന്നത്, എന്താടാ എപ്പടി എന്നെ പേസിട്ട് இருக்குது മാറി നിൽക്ക് എന്നൊക്കെ പുള്ളിക്കാരൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടന്റെ ആരോഗ്യം നോക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്, ഇനി എന്റെ പ്രശ്നമൊക്കെ ചേട്ടന് ഞാൻ പകുത്തു തരുമെന്ന രീതിയിൽ അനുമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അത് ഷാനവാസിന് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് അനുമോൾ ഇങ്ങനെ കുണുങ്ങി 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 പോകുന്നുമുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളത് ആദ്യരാത്രി മാത്രമാണ് പാല് ഷെയർ ചെയ്യുന്നത് എന്ന രീതിയിൽ അവിടെ ഷാനവാസ് പറയുന്നുണ്ട്. ഓക്കെ, ഇന്നലെ ആ ഒരു വിഷയം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ അനീഷ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ജീവിത സാഹചര്യങ്ങളിലൂടെ വന്നതിനെ കുറിച്ചും എന്തുകൊണ്ടാണ് ഇവരോട് ഇങ്ങനത്തെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അധികമായിട്ട് തോന്നാനുള്ള കാരണത്തെക്കുറിച്ചും ഒക്കെ ആദിലയോട് പറയുന്നുണ്ട്. സ്ത്രീകളോടുള്ള എൻ്റെ ആ ഒരു മുൻധാരണകളൊക്കെ മാറിപ്പോയി. ഞാൻ വന്ന സമയത്ത് അനുമോടെ ആ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കാറില്ലായിരുന്നു, ഞാൻ എപ്പോഴും ഇങ്ങോട്ട് മാറിയായിരുന്നു കിടക്കുന്നത്, പലരും എൻ്റെ ദേഹത്ത് തൊടുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി, എല്ലാവരെ കുറിച്ചുമുള്ള എൻ്റെ ആ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെ മാറി എന്നതൊക്കെ അനീഷ് അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ടാസ്കിലേക്ക് നമുക്ക് പോകാം. ആദ്യം നടന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറക്കന്തളിക എന്ന് പറഞ്ഞൊരു ടാസ്ക് ആണ്. ആ ഒരു ടാസ്ക് നടന്നത് ആക്ടിവിറ്റി ഏരിയ വെച്ചാണ്. അത് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡിന്റെ പുറത്ത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രതലമുണ്ട്. അതിങ്ങനെ തിരിക്കണം, തിരിച്ചതിന് ശേഷം അത് എടുത്തുകൊണ്ട് പോയി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് ഒരു പസിൽ, അതായത് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു പസിലുണ്ട്, അത് റെഡിയാക്കണം. അങ്ങനെ ആ ഒരു ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് നൂറയാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ഏറ്റവും അവസാനം കംപ്ലീറ്റ് ചെയ്തത് അനീഷാണ്. ഓക്കെ, ആ ഒരു ടാസ്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് കൊടുത്തൊരു ടാസ്ക് ആണ് തുലാഭാരം എന്ന് പറഞ്ഞൊരു ടാസ്ക്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കുഴികളുള്ള ഒരു പ്രതലമുണ്ട്. അതിലേക്ക് ബോൾ ഇങ്ങനെ ഉരുട്ടി വിട്ട് ആ 3 ഹോളിന്റെ അകത്ത് നിർത്തണം. അതാണ് ഒരു ടാസ്ക്. അതിൽ ഏറ്റവും കുറവ് സമയം കൊണ്ട് 9 പോയിന്റ് നേടി 1-ാം സ്ഥാനത്ത് എത്തിയത് ആര്യനാണ്, 2-ാം സ്ഥാനത്ത് എത്തിയത് അക്ബറാണ്, 3-ാം സ്ഥാനത്ത് നെവിനാണ്, ഏറ്റവും അവസാനം എത്തിയത് ഈ പറയുന്ന അനുമോളാണ്. അനുമോള് 6 മിനിറ്റോളം എടുത്തു ആ ഒരു ടാസ്കിൽ ചെയ്യാനായിട്ട്. അങ്ങനെ പോയിന്റ് പട്ടിക നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലയുടെ ടാസ്കിന്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി മുന്നിൽ നിൽക്കുന്നത് നൂറ തന്നെയാണ്. 22 പോയിന്റ് ആണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 20 പോയിന്റുമായിട്ട് ഈ ആര്യൻ 2-ാം സ്ഥാനത്തുണ്ട്, 3-ാം സ്ഥാനത്ത് നെവിനുണ്ട്, 4-ാം സ്ഥാനത്ത് അക്ബർ, അതോടൊപ്പം തന്നെ സാധുമാനുണ്ട്. എന്നാൽ ഏറ്റവും കുറവ് പോയിന്റ് ഇപ്പോഴും ഈ പറയുന്ന അനീഷിനാണ്. 9 പോയിന്റ് മാത്രമേ അനീഷിനുള്ളൂ. അങ്ങനെ ഈ പറയുന്ന ടിക്കറ്റ് ടു ഫിനാലയുടെ ഈ ടാസ്ക് ഒക്കെ അവസാനിച്ചു. പക്ഷെങ്കിൽ ഇവർക്ക് ഇന്നലെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇന്നലെ 2 ഇട് മാത്രമാണ് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ടീം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ക്യാപ്റ്റന്മാരാണ് അക്ബർ, അതോടൊപ്പം തന്നെ ആര്യൻ, ഈ പറയുന്ന നെവിൻ. ഇവർ 3 പേരും ഇവര് ഇഷ്ടത്തിനാണ് കിച്ചണിൽ കയറിയതൊക്കെ. കട്ട് തിന്നാം എന്നുള്ളൊരു മോഹം കൊണ്ട് കയറിയതാണെങ്കിലും മറ്റു മത്സരാർത്ഥികൾക്ക് ഫുഡ് എന്ന് പറയുന്നത് കൊടുത്തിട്ടില്ല. ഇന്നലെ ഡിന്നർ പോലും അവർ കഴിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രിയിൽ
ഇവരിരുന്ന് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രാങ്കിനെ കുറിച്ചുള്ള പ്ലാനിങ് ആണ് നടത്തുന്നത്. ആരിന്റെ പ്ലാനിങ് ആണ്? ആരിന് മറ്റുള്ളവരെ പണി കൊടുക്കണം എന്നുള്ള ഒരു രീതിയിൽ ഒരു പ്രാങ്ക് ഉണ്ടാക്കാം എന്നാണ് ആര്യൻ അവിടെ സംസാരിക്കുന്നത്. ആ സമയത്ത് ആദിലയുണ്ട്, നൂറയുണ്ട്, അനുമോളുണ്ട്. അവർ 3 പേരും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവർ പ്ലാൻ ചെയ്യുന്നത്, ഈ ആര്യൻ പറയുന്നത് അനീഷിനൊരു പ്രാങ്ക് കൊടുക്കണം, അതായത് വെയിലത്ത് കിടത്തി ഉരുട്ടണം എന്നാണ് ഈ പറയുന്ന ആര്യൻ പറയുന്നത്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട് അങ്ങനൊന്നും ചെയ്യിക്കില്ലേ, അദ്ദേഹം പാവമാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദില പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, അത് കുഴപ്പമില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അനീഷിനെ കൊണ്ട് ഡ്രസ്സ് അലക്കിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആര്യൻ പറയുന്നു. എന്റെ കുറെ ഡ്രസ്സ് ഉണ്ട്, അത് അനീഷിനെ കൊണ്ട് ആലപിക്കാം നമുക്ക് എന്ന രീതിയിൽ പറയുന്നു. അപ്പോഴും അനുമോൾ പറയുന്നുണ്ട് പാവമാ, അദ്ദേഹത്തിന് അങ്ങനൊന്നും ചെയ്യിക്കല്ലേ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അനുമോൾ വേറൊരു ഐഡിയ ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ബിഗ് ബോസ് പറയുന്ന സമയത്ത് എല്ലാവരും ഡാൻസ് ചെയ്യണം എന്നുള്ള രീതിയിൽ അനുമോൾ ഇവിടെ പറയുമ്പോൾ അനീഷിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണമെന്ന് പറയുന്ന ആര്യൻ, ആദില. പക്ഷെങ്കിൽ അനുമോൾക്ക് ആ ഒരു വിഷയത്തിൽ അത്ര അഭിപ്രായമൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായി. എന്തായാലും ആ ഒരു പ്ലാനിങ് അവിടെ ഇങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ അനീഷിനെ ഈ പറയുന്ന സ്റ്റോർ റൂമിലിട്ട് ഇവർ 3 പേരോട് ഇട്ട് പൂട്ടുന്നുണ്ട്. ആദിലയും അതോടൊപ്പം തന്നെ ഈ നൂറയും ഈ അനുമോളും കൂടി. ഇന്നലെ ബാറ്ററി മാറ്റാനായിട്ട് ബെല്ലടിച്ചു. അതനുസരിച്ച് അനീഷ് ബാറ്ററി മാറ്റാനായിട്ട് സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് പുറത്തു നിന്ന് ഈ നൂറയും ആദിലയും അനുമോളോട് ചേർന്ന് ഈ സ്റ്റോർ റൂമിന്റെ വാതിൽ അടച്ചു പിടിക്കുകയാണ്. ഈ അനീഷ് ബാറ്ററി മാറ്റിയതിനു ശേഷം ഷാനവാസിന്റെ ബാറ്ററി എടുത്തുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ അനീഷ് വിചാരിക്കുന്നത് ഇത് ലോക്കായി നിൽക്കുന്നല്ലോ, ഇതിന് ഷാനവാസിന്റെ ബാറ്ററി എടുത്തിട്ടാണോ ഇത് ലോക്കായത് എന്നുള്ള ഒരു കാര്യം കൊണ്ട് അനീഷ് പറഞ്ഞു ബിക്കോസ് ഞാൻ ഷാനവാസിന്റെ ബാറ്ററി എടുത്തത് അവൻ കിടന്ന് ഉറങ്ങുകയാണ്, അവൻ ഗുളിക കഴിച്ചിട്ട് കിടക്കുകയാണ്, അതുകൊണ്ടാണ് എടുത്തത്, ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് എന്ന രീതിയിൽ അനീഷ് അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ബാറ്ററി അവിടെ കൊണ്ടുവച്ചിട്ട് പറയുന്നു. എന്നിട്ട് പിന്നെയും പോയിട്ട് ഡോറെ പിടിച്ച് നോക്കുന്നുണ്ട്, എന്നിട്ട് വരുന്നില്ല. കാരണം ഇവർ അത്ര ശക്തിയായിട്ടാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ഞാൻ ബാറ്ററി അവിടെ കൊണ്ടുവച്ച് ബിഗ് ബോസ്, ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിൽ വളരെ നിഷ്കളങ്കമായിട്ട് പുള്ളിക്കാരൻ അവിടെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ പറയുന്നു, എന്നിട്ട് തുറക്കുന്നില്ല. ഷാനവാസിന്റെ കാര്യം പിന്നെയും പറയുന്നു, ഷാനവാസ് ഉറക്കത്തിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തതെന്നുള്ള കാര്യം പറയുന്നു. എന്നിട്ടും തുറക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവര് വിട്ടിട്ട് ഓടി പോകുന്നുണ്ട്. അപ്പൊ അനീഷ് തുറന്നു നോക്കുമ്പോൾ ഷാനവാസ് മുന്നിൽ നിൽക്കുന്നു. എന്ത് പറ്റിയെന്ന് ഒന്നും അറിയാത്തവരെ പോലെ അവരവിടെ നിൽക്കുന്നു. അനീഷ് ഇങ്ങനെ മേപ്പോട്ടും നോക്കുന്നു. എന്നിട്ട് പറയുന്നു ഇത് ലോക്കായി പോയിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഷാനവാസ് പറയുന്നു ലോക്കൊന്നും ആയിട്ടില്ലല്ലോ എന്ന രീതിയിൽ ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും അനീഷിനെ ഇതുപോലെ പ്രാങ്ക് ചെയ്യാൻ അവർ നോക്കിയെങ്കിലും അത് പിടിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, അതൊക്കെ ആയിരുന്നു ഇന്നലെ രാത്രി നടന്ന സംഭവം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ ട്രോഫിയുടെ കാര്യത്തെ കുറിച്ച് സംസാരിച്ച അക്ബറും നെവിനും തമ്മിൽ സംസാരിച്ച ഒരു കാര്യം. ഇതൊക്കെയാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ. എന്തായാലും അനീഷിന് കപ്പ് കിട്ടുമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് നെവിന് കാര്യങ്ങൾ മനസ്സിലായി. അനീഷ് ഇവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, അനീഷിന്റെ കണ്ടന്റുകൾ പോകുന്നുണ്ട്, അനീഷ് നല്ലൊരു ഗെയിമറാണ് എന്നൊക്കെ മനസ്സിലാക്കിയ വ്യക്തിയാണ് നെവിൻ. എന്തായാലും അത് അങ്ങനെ തന്നെ ആയി തീരട്ടെ. പക്ഷെ അക്ബറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആര്യനും നെവിനും മാത്രമേ തോന്നത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.